Welcome to another video of Engineering Geology. Geological consideration for dam construction. Dam construct ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ജിയോളജിക്കൽ കൺസിഡറേഷൻസ് അവിടെ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും എന്നാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ഡാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് ബാരിയർ. നമ്മൾ റിവർ വാലിക്ക് എക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നൊരു സോളിഡ് ബാരിയറിനെയാണ് നമ്മൾ ഡാംസ് എന്ന് പറയുന്നത്. ഡാം മേ ബി ഡിഫൈൻഡ് ആസ് എ സോളിഡ് ബാരിയർ കൺസ്ട്രക്റ്റഡ് അറ്റ് സ്യൂട്ടബിൾ ലൊക്കേഷൻ എക്രോസ് എ റിവർ വാലി. ഓക്കെ, സോ നമ്മൾ സോഷ്യോ എക്കണോമിക് കൺസിഡറേഷൻസ് എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ആലോചിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ സോഷ്യോ എക്കണോമിക് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഡിസിഷൻ റിഗാർഡിംഗ് കൺസ്ട്രക്റ്റിംഗ് എ ഡാം അക്രോസ് എ റിവർ ആൻഡ് ക്രിയേറ്റിംഗ് എ റിസർവോയർ ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ സോഷ്യോ എക്കണോമിക് കൺസിഡറേഷൻ. ഓൾസോ whereas its design and construction is strictly based on geological investigations along the river valley. So ഈ റിവർ വാലിക്ക് ചുറ്റും, അതായത് ഈ റിവർ വാലിക്ക് ചുറ്റുമുള്ള എന്താണ് ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളവിടെ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് അടുത്ത നോക്കാൻ പോകുന്നത്. അതിൽ ഉള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഫസ്റ്റ് ടോപ്പോഗ്രഫിയാണ് നോക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ടോപ്പോഗ്രഫിക്കലി സ്യൂട്ടബിളായ, നമ്മൾ ഡാം കൺസ്ട്രക്ഷന് വേണ്ടി ടോപ്പോഗ്രഫിക്കലി സ്യൂട്ടബിളായ ഒരു സ്ഥലം ഏതാന്ന് വെച്ചാൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? ഐഡിയലി ഇറ്റ് വുഡ് ബി എ നാരോ ഗോജ് ഓർ സ്മോൾ വാലി with enough catchment area in order to store calculated volume of water. അപ്പോൾ ഒരു നാരോ ഗോജ് അല്ലെങ്കിൽ എന്താണ് സ്മോൾ വാലി, ഗോജ് എന്ന് വെച്ചാൽ ചെറിയ വാലി പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഗോജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാരോ ഗോജ് അല്ലെങ്കിൽ എന്താണ് സ്മോൾ വാലി പോലത്തെ ഒരു സ്ഥലമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കും ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനഫ് കാച്ച്മെൻറ്റ് ഏരിയയും അതുപോലെ നമ്മൾ കാൽക്കുലേറ്റഡ് വോളിയൂം ഓഫ് വാട്ടറും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം അത്. So also site should be selected such that it shall not be involving uprooting of population, loss of cultivable land, minimum damage to public during failure or destruction. അപ്പോൾ ഈ ഡാം നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു സംഭവം നമ്മളിപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അത് ഫെയിലിയർ സംഭവിച്ചാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാഷ്വാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കും. ഓക്കെ, അതൊക്കെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എല്ലാ കൺസ്ട്രക്ഷനും ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ഡാമേജ് എന്ന് പറയുന്നത് വളരെ കുറച്ച് എങ്ങനെ കുറയ്ക്കാം അതും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡാംസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ കൾട്ടിവേബിൾ ലാൻഡിൻ്റെ ലോസ് കുറയ്ക്കണം. അതുപോലെ ഒരുപാട് പോപ്പുലേഷൻ ഉള്ള സ്ഥലം ആയിരിക്കരുത് എന്നുമുണ്ട്. ഫെയിലിയർ ആൻഡ് ഡിസ്ട്രക്ഷൻ്റെ സമയത്ത് കൂടുതൽ ലോസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് രണ്ടാമത്തെ നമുക്ക് ടെക്നിക്കലി എങ്ങനെയാണെന്ന് നോക്കിയാൽ സൈറ്റ് ഷുഡ് ബി സൗണ്ട് ആസ് പോസിബിൾ എന്ന് വെച്ചാൽ സ്ട്രോങ്, ഇംപെർമിയബിൾ, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സൈറ്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈറ്റ് ഷുഡ് നോട്ട് ബി ഫാർ ഓഫ് ഫ്രം ഡെപ്പോസിഷൻ ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. നമ്മൾ ഈ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വേണമല്ലോ. അപ്പോൾ ആ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഒരുപാട് ദൂരത്തുനിന്ന് എത്തിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അങ്ങനത്തെ അതായത് അത്രയ്ക്ക് ദൂരെയായിട്ടുള്ള, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പോലും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ആ സൈറ്റ് കണ്ടുപിടിക്കരുത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്കണോമിക്കലി എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ന്യൂ ഡാം ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ജസ്റ്റിഫൈഡ് ഇൻ ടേംസ് ഓഫ് ലാൻഡ്, ഇറിഗേറ്റഡ്, പവർ ജനറേറ്റഡ് എക്സെട്ര. നമ്മളൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇറിഗേഷന് വേണ്ടി നമുക്ക് അവിടെ നിന്ന് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ പവർ ജനറേഷന് വേണ്ടിയും നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. സോ അതുപോലെയുള്ള കാര്യങ്ങൾക്കും കൂടെ
വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കൂടെ പോസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കൺസ്ട്രക്ഷൻ നടത്തേണ്ടത്. സോ നെക്സ്റ്റ് വൺ, എൻവയോൺമെൻ്റലി ഇതെങ്ങനെ നോക്കും എന്ന് വെച്ചാൽ, ദ സൈറ്റ് ചൂസൺ ഫോർ ഡാം കൺസ്ട്രക്ഷൻ ഷുഡ് നോട്ട് ഇൻവോൾവ് ഇക്കോളജിക്കൽ ഡിസോർഡർ എസ്പെഷ്യലി ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ആനിമൽ ആൻഡ് വെജിറ്റേഷൻ. ഓക്കെ, ആനിമൽസിനും അതായത് എക്കോസിസ്റ്റത്തിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ. അതായത് എൻവയോൺമെൻറ്റിനെ ഒരു തരത്തിലും അതിൻ്റെ ബാലൻസ് തെറ്റിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ. സോ ജിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നേരത്തുള്ള നമ്മുടെ ജിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജിയോളജി ഓഫ് ദ ഏരിയ, ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മെയിൻ ടോപ്പോഗ്രഫിക് ഫീച്ചേഴ്സ്, അതായത് സ്ലോപ്പ് ഓഫ് ഏരിയാസ് ഒക്കെയാണ് നോക്കുന്നത്. ദെൻ നാച്ചുറൽ ഡ്രെയിനേജ് പാറ്റേൺസ്, റിവേഴ്സ് എങ്ങനെയാണ്, അവിടുത്തെ റിവേഴ്സിൻ്റെ കാര്യങ്ങളും റിവേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് റോക്ക് ഫോർമേഷൻ സച്ച് ആസ് ദ സ്ട്രാറ്റിഫിക്കേഷൻ, ഫോൾട്ടിങ് ആൻഡ് ഇഗ്നിയസ് ഇൻട്രൂഷൻ. ഓക്കെ, അപ്പം റോക്ക് സ്ട്രക്ചേഴ്സിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. അതായത് അവിടെ സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണോ, അല്ലെങ്കിൽ ഫോൾട്ടിങ്ങോ സംഭവിച്ചതാണോ, ഇഗ്നിയസ് ഇൻട്രൂഷൻസ് നടക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ട്രെൻഡ് ആൻഡ് റേറ്റ് ഓഫ് വെതറിങ് ആൻഡ് ഇറോഷൻ ഇൻ ദ ഏരിയ. ഓക്കെ, ആ ഏരിയയിൽ നമ്മളെ സൈറ്റ് ഏതാണോ ആ സൈറ്റിലുള്ള ഇറോഷൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതുപോലെ വെതറിങ് എങ്ങനെയായിരിക്കും, അവിടെ നടക്കുന്ന വെതറിങ്ങിൻ്റെ റേറ്റ് എന്തുമാത്രമുണ്ട് എന്നത് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഫസ്റ്റ്, ഓക്കെ, ഇനി ജിയോളജി ഓഫ് ദി സൈറ്റിൽ ആദ്യം വരുന്നത് ലിത്തോളജിയാണ്. ലിത്തോളജി മീൻസ് ദ ടൈപ്പ് ഓഫ് ദ റോക്സ് ദാറ്റ് മേക്സ് ദി ഏരിയ. ഓക്കെ, ആ സ്ഥലത്തുള്ള റോക്സിൻ്റെ ടൈപ്പിനെയാണ് നമ്മൾ ലിത്തോളജിയിൽ വരുന്നത്. ഓക്കെ, ദ സ്റ്റഡി വുഡ് റിവീൽ ദ ടൈപ്പ്, ദ കമ്പോസിഷൻ ആൻഡ് ടെക്സ്ചർ ഓഫ് റോക്ക്. നമ്മുടെ സൈറ്റിലുള്ള റോക്കിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, റോക്കിൻ്റെ ടെക്സ്ചർ, കോമ്പോസിഷൻ, അതിനെപ്പറ്റി ഉള്ള സ്റ്റഡി, അതാണ് ലിത്തോളജിയിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, സ്ട്രക്ചേഴ്സ്. ഓക്കെ, ദ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് റോക്ക് ഓഫ് ദി സൈറ്റ് ആർ ഓൾസോ തറലി ഇൻവെസ്റ്റിഗേറ്റഡ്. ആ റോക്സിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇതെന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? ദിസ് ഇൻവോൾവ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പ്ലെയിൻസ് ഓഫ് വീക്ക്നെസ്. എന്തൊക്കെയാണ് നമ്മൾ പ്ലെയിൻസ് ഓഫ് വീക്ക്നെസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് വരുന്നത്? ബെഡിങ് വരാം, ഫോളിയേഷൻസ് വരാം, ക്ലീവേജസ് വരാം, ജോയിൻറ്റ്, ഷിയർ സോൺ, ഫോൾട്ട് സോൺസ്, ഫോൾഡിങ് ആൻഡ് അസോസിയേറ്റഡ് ഫീച്ചേഴ്സ്, അതൊക്കെയുണ്ട്. സോ ഇതിനെപ്പറ്റിയെല്ലാം നന്നായിട്ട് നമ്മൾ സ്റ്റഡി നടത്തും. ഇറ്റ് ഈസ് ബിക്കോസ് ഈച്ച് വൺ ഓഫ് ദീസ് ഫീച്ചർ മോഡിഫൈസ് ദി എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഓഫ് ദി റോക്സ് അപ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റോക്കിൻ്റെ സാധാരണയായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ആണെങ്കിലും അത് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ, അതായത് വീക്ക് സോൺസിനെ പറ്റിയൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. വീക്ക് റീജിയൻ നീഡ്സ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ വീക്ക് സോൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളവിടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം, അവിടെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. Following is a brief account of the influence of more important structural features of the rocks on dam foundation. ഓക്കെ, ഡാം ഫൗണ്ടേഷൻ്റെ റോക്കിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ദർ ആർ 2 ഫോഴ്സസ് ആക്ടിങ് ഓൺ ഡാം. ഡാമിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡാമിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ത്രസ്റ്റ് ഓഫ് ഇമ്പൗണ്ടിങ് വാട്ടർ. ഓക്കെ, വാട്ടറിൻ്റെ എന്താണ് ത്രസ്റ്റും അതുപോലെ സെൽഫ് വെയിറ്റുമാണ് 2 മെയിൻ ഫോഴ്സസ് ഡാമിൽ ആക്ട് ചെയ്യുന്നത്. സോ ദ റിസൾട്ടൻറ്റ് ഓഫ് ദീസ് ഫോഴ്സസ് മേ ബി ഇൻക്ലൈൻഡ്. ദിസ് റിസൾട്ടൻറ്റ് ഡിറ്റർമൈൻസ് ദ സേഫ് ആൻഡ് അൺസേഫ് കണ്ടീഷൻ ഓഫ് ദി ഡാം കൺസ്ട്രക്ഷൻ. റിസൾട്ടൻറ്റ് ഫോഴ്സസ് എന്താണ്, ഇൻക്ലൈൻഡ് ആയിരിക്കും. സോ ഈ അതിൻ്റെ ദിസ് റിസൾട്ടൻറ്റ് ഡിറ്റർമൈൻസ് ദി ഡാം കൺസ്ട്രക്ഷൻ്റെ എന്താണ് സേഫ് ആൻഡ് അൺസേഫ് കണ്ടീഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഫോഴ്സസ് ആണ്. ഓക്കെ, ഈ ഗ്രാവിറ്റി ഡാമിൻ്റെ ഡിഫറെൻറ്റ് പോസിബിൾ പൊസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഫിഗർ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓൺ ഹൊറിസോണ്ടൽ ബെഡഡ് റോക്ക് സ്റ്റേബിൾ കണ്ടീഷനാണ്. ഹൊറിസോണ്ടൽ ബെഡഡ് റോക്കാണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, സ്റ്റേബിൾ കണ്ടീഷനാണ്. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഓൺ ഡൗൺ സ്ട്രീം ഡിപ്പിംഗ് റോക്ക് അൺസേഫ് ആണ്.
സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് സി ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓൺ അപ്സ്ട്രീം ഡിപ്പിംഗ് റോക്സ്. അത് സേഫ് അഗെയിൻസ്റ്റ് ആർ, റിസൾട്ടൻറ്റിന് സേഫാണ് തേർഡ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോൾട്ട്. ഓക്കെ, ഫോൾട്ട്. The faulted rock are generally shattered along the rupture surface. റപ്ചർ സർഫസിൽ ഷാറ്റർ ആയിട്ടായിരിക്കും faulted rocks ഉണ്ടായിരിക്കുന്നത്. Site with fault plane require great caution in calculating the design strength in various sections of the dam. സോ ഫോൾട്ടഡ് പ്ലെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വേണം നമ്മൾ അതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇൻ കേസ് സം ഫോൾട്ട് സർഫസ് ഓഫ് സോൺ ഗെറ്റ്സ് ഇഗ്നോർഡ് or overlook, the stability of dam gets endangered. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഈ ഫോൾട്ടിൻ്റെ കാര്യം, ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഫോൾട്ടെങ്കിലും നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അത് ഈ ടോട്ടൽ ഡാമിൻ്റെ സേഫ്റ്റിയെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഡാംസ് ഫൗണ്ടഡ് ഓൺ ബെഡ്സ് ട്രാവേഴ്സ്ഡ് ബൈ ഫോൾട്ട് സോൺ ആൻഡ് ഓൺ മേജർ ഫോൾട്ട് പ്ലെയിൻ ആർ മോർ ലയബിൾ ടു ഷോക്സ് ഡ്യൂറിങ് ആൻ earthquake compared to dam on non-faulted rock. ഫോൾട്ടഡ് റോക്കിലുള്ള ഡാം ആണെങ്കിൽ എന്താണ്, earthquake ഒക്കെ കൂടുതൽ വരാൻ, അതായത് earthquake എങ്ങാനും ഉണ്ടായാൽ കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് അവിടെ കൂടുതലാണ്. ഇറ്റ് ഈസ് therefore always desirable to avoid risk by rejecting site traversed by fault. ഓക്കെ, ഫോൾട്ട് അതുപോലെ ഫോൾട്ട് സോൺ ആൻഡ് ഷിയർ സോണൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ ഡാം കൺസ്ട്രക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഡാമിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. Generally, small-scale fault zone and shear zone can be treated effectively by grouting. നമ്മൾ നേരത്തെ ഗ്രൗട്ടിങ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, ഗ്രൗട്ടിങ് കൊടുത്താൽ നമുക്ക് ഫോൾട്ട് സോൺസും അതുപോലെ ഷിയർ സോൺസും ട്രീറ്റ് ചെയ്യാൻ പറ്റും എഫക്റ്റീവ്ലി. അത് നമുക്ക് നമ്മളെ കൺട്രോളിലാക്കാനും പറ്റും. പക്ഷേ അത് സ്മോൾ സ്കെയിലായിരിക്കണം, ചെറിയ തരത്തിലുള്ള ഫോൾട്ട് സോണോ അല്ലെങ്കിൽ ഷിയർ സോണോ ആയിരിക്കണം അത്. ബട്ട് in the case of major shear zone, weak material would have to be excavated and the space backfilled with hard material like concrete up to the required depth. ഓക്കെ, ഇൻ കേസ് അത് മേജർ ഷിയർ സോൺ വല്ലതും ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹാർഡ് മെറ്റീരിയൽ അതായത് കോൺക്രീറ്റ് ഒക്കെ കൊണ്ട് റിക്വയർഡ് ഡെപ്ത് ഫുൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, then fold. Most notable effects of fold on rocks are shattering and jointing along the axial plane and stressing of limbs. ആക്സിയൽ പ്ലെയിൻസിന് ജോയിൻറ്റിങ് അല്ലെങ്കിൽ ഷാറ്ററിങ് സംഭവിക്കുക, അല്ലെങ്കിൽ ലിംസിനുള്ള സ്ട്രെസ്സിങ് സംഭവിക്കുക. എന്തുകൊണ്ട്, ഫോൾഡ് കാരണം നമുക്ക് അതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ കോൺസിക്വൻ്റ്ലി ഡാംസ് അലൈൻഡ് along axial region of fold would be resting on most unsound rock, that is weaker rocks in terms of strength. അപ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് എന്ത് സംഭവിക്കും, വീക്കർ റോക്കിൽ അല്ലെങ്കിൽ വീക്ക് സെക്ഷനിലായിരിക്കും നമ്മളെ ഡാം ഇരിക്കാൻ പോകുന്നത്. അതായത് മോസ്റ്റ് അൺസൗണ്ട് റോക്സിലായിരിക്കും, ഇതുപോലത്തുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് അൺസൗണ്ട് റോക്കിലായിരിക്കും നമ്മളെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. എഫക്റ്റ് ഓഫ് ഫോൾഡിങ് ഓൺ ഡാം സൈറ്റ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അപ്സ്ട്രീം ഫേസ് ഓഫ് സിൻക്ലൈൻ, ഇത് അൺസേഫ് പൊസിഷനാണ്. ഓക്കെ, നമ്മൾ ഡാമിൻ്റെ അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. Then joints. The geometry of joints, their intensity, nature and continuity with depth, all must be thoroughly established and their effect on the side rock evaluated and remedial measures taken in advance. ഓക്കെ, അപ്പോൾ ജോയിൻറ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അത് വരാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കണം. Occurrence of microjoints has to be established with still greater care as such joint system, if left untreated, could be source of many risk for dam foundation. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഫോൾഡിൽ പറഞ്ഞ പോലെ തന്നെയാണ് ജോയിൻറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈക്രോ ജോയിൻറ്റ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലും വിട്ടു പോകുന്ന ജോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡാമിന് റിസ്ക് ചെയ്യാൻ വേണ്ടി ഡാമിൻ്റെ ലൈഫ് തന്നെ റിസ്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ,
സോ ജിയോളജിക്കൽ കൺസിഡറേഷൻസ് ഫോർ റിസർവോയർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റിസർവോയേഴ്സിൻ്റെ ജിയോളജിക്കൽ കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ റിസർവോയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് വാട്ടർ സ്റ്റോറേജ് ബേസിൻസിനെയാണ് നമ്മൾ റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഏരിയ ഷുഡ് പൊസസ് ജിയോളജിക്കൽ ക്യാരക്ടേഴ്സ് ദാറ്റ് ഫേവേഴ്സ് ഹോൾഡിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ബേസിൻസ് ഓഫ് ക്രിയേറ്റഡ്. നമ്മളപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബേസിനിൽ വാട്ടർ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ വാട്ടർ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി വേണം. അതാണ് നമ്മുടെ എന്താണ് റിസർവോയർ എന്ന് പറയുന്നത്. സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആർ എന്തൊക്കെയുണ്ട്? ടോപ്പോഗ്രഫി, സ്യൂട്ടബിലിറ്റി, ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻ, പെർമിയബിലിറ്റി, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. ഈ ടോപ്പോഗ്രഫി ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ടോപ്പോഗ്രഫിയാണ് ഫസ്റ്റ് നോക്കുന്നത്. ദ ഏരിയ ഷുഡ് ബി എ ബ്രോഡ് നാച്ചുറൽ വാലി പ്രിഫറബ്ലി എൻഡിങ് ഇൻ എ നാരോ ഗേജ് വെയർ എ ബാരിയർ കുഡ് ബി പ്ലേസ്. ഓക്കെ, ഒരു നാരോ ഗോജ് ആയിരിക്കണം, നമുക്കൊരു ബാരിയർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം റിസർവോയറിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ദ വാലി കുഡ് ബി യു-ഷേപ്പ് ഓർ U-shaped valley or V-shaped river valley because water will be stored in those region. ഓക്കെ, അപ്പോൾ V-shape അല്ലെങ്കിൽ U-shape വാലി ആണെങ്കിൽ വാട്ടർ സ്റ്റോറേജ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എടുക്കുന്നതായിരിക്കും പ്രിഫറബ്ലി നല്ലത്. ഫ്ലാറ്റ് ലാൻഡ് ആൻഡ് പ്ലെയിൻസ് കനോട്ട് മേക്ക് കൺവീനിയൻറ്റ് പ്ലേസ് ഫോർ റിസർവോയർ. റിസർവോയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം വാട്ടർ. അപ്പം ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ലാൻഡ് ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റോറേജിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ റിസർവോയറിന് ഈ പ്ലേസസ് കൺസിഡർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. Then groundwater condition. The proposed reservoir area must be thoroughly established for an approximately accurate evaluation of storage capacity of the reservoir. Okay, അപ്പോൾ റിസർവോയറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയെ പറ്റി നല്ലതായിട്ടൊരു സ്റ്റഡി വേണം. അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള സ്ഥലം വേണം നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യാൻ. ഇനി വൺ ഓഫ് ദി 3 പോസിബിലിറ്റീസ് കുഡ് ബി ദെയർ. ഓക്കെ, ഏതൊക്കെയാണ് ആ 3 എണ്ണം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ജനറൽ വാട്ടർ ടേബിൾ ഈസ് മച്ച് എബവ് ദി ടോപ്പ് റിസർവോയർ ലെവൽ ഇൻ ദി പ്രപ്പോസ്ഡ് റിസർവോയർ. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് റിസർവോയറിൻ്റെ ടോപ്പിൽ വേണം നിൽക്കാനായിട്ട്. Okay, this is a very favorable situation as there is no risk of water loss from the reservoir to the surrounding area. വാട്ടർ ടേബിൾ നമ്മൾ ഈ റിസർവോയറിൻ്റെ മുകളിലാണെങ്കിൽ എന്ത് സംഭവിക്കും? റിസർവോയറിൽ നിന്ന് സറൗണ്ടിങ് ഏരിയാസിലോട്ട് വാട്ടർ പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്? വാട്ടർ ടേബിൾ റിസർവോയറിനേക്കാളും കൂടുതലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ ജനറൽ വാട്ടർ ടേബിൾ ഈസ് മച്ച് ബിലോ ദി മിനിമം വാട്ടർ ലെവൽ ഇൻ ദ റിസർവോയർ. ഓക്കെ, അപ്പോൾ ജനറൽ വാട്ടർ ടേബിൾ റിസർവോയറിൻ്റെ വാട്ടർ ലെവലിനേക്കാളും താഴെയായിരിക്കണം. സോ ഓബിയസ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി പെർമിയബിലിറ്റി ഓഫ് ദി റോക്സ് റിസർവോയർ, വാട്ടർ വുഡ് ബി ലോസ് ഫ്രം ദി റിസർവോയർ ടു ദി സറൗണ്ടിങ് ദ എഫക്റ്റിംഗ് ദി ടോട്ടൽ സ്റ്റോറേജ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിരിക്കുന്ന, അതായത് നമ്മളെ റിസർവോയറിൻ്റെ വാട്ടർ ലെവലിനേക്കാളും വാട്ടർ ടേബിൾ താഴെയായിരുന്ന എന്ത് ചെയ്യും? സറൗണ്ടിങ് ഏരിയാസിലോട്ട് വാട്ടർ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ടോട്ടൽ സ്റ്റോറേജിനെ അത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ജനറൽ വാട്ടർ ടേബിൾ ഓഫ് ദി ഏരിയ ആൻഡ് ദി ടോപ്പ് വാട്ടർ ലെവൽ ഓഫ് ദി പ്രപ്പോസ്ഡ് റിസർവോയർ ആർ മോസ്റ്റ്ലി സെയിം. അതായത് നമ്മളെ വാട്ടർ ടേബിളും റിസർവോയറിൻ്റെ വാട്ടർ ലെവലും സെയിം ആവുന്ന കേസ്. ദിസ് ഈസ് എൻ ഐഡിയൽ സിറ്റുവേഷൻ എൻഷുറിങ് എ നോ ലോസ് നോ ഗെയിൻ കണ്ടീഷൻ, ബട്ട് സച്ച് സിറ്റുവേഷൻ ഈസ് ജനറലി നോട്ട് അവൈലബിൾ. ഇത് രണ്ടും സെയിം ഹൈറ്റിലാണ് ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടർ ഇവിടെ നിന്ന് പുറത്ത് പോവുകയില്ല, അതുപോലെ പുറത്തുള്ള വാട്ടർ ഇങ്ങോട്ട് വരികയില്ല. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ല, അതായത് ഇത് അങ്ങനെ നടക്കുന്ന ഒരു കേസ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 കണ്ടീഷൻസ്. ഓക്കെ, ഇനി പെർമിയബിലിറ്റി. Permeability is a critical property in reservoir area studies, especially in those areas where groundwater table is below the minimum water level of the reservoir. ഗ്രൗണ്ട് വാട്ടർ ലെവൽ റിസർവോയറിനേക്കാളും താഴെയാണെങ്കിൽ പെർമിയബിലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കൽ പ്രോപ്പർട്ടി ആണ്.
If the proposed reservoir site is highly permeable, there may be no storage. Reservoir site permeable ആണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അവിടെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചറൽ കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. Okay, structural constitution of the area of the reservoir is important to identify those zones along the flanks which are liable to failure by sliding, creep or subsidence. Okay, sliding, creep അല്ലെങ്കിൽ subsidence ഒക്കെ വരുന്ന സോൺ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെ ആണ്. അതാണ് സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്ത് വരുന്നത്. ദെൻ ട്രെൻഡ് ആൻഡ് റേറ്റ് ഓഫ് വെതറിംഗ്. So trend and rate of weathering in catchment area is of considerable importance in determining the age of the reservoir. Okay, വെതറിങ്ങിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ റിസർവോയറിൻ്റെ ഏജ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. If the catchment area of reservoir is subjected to severe weathering and soil erosion, then the reservoir will be subjected to സെഡിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളെ കാച്ച്മെൻറ്റ് ഏരിയ, റിസർവോയറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് സോയിൽ ഇറോഷനും അതുപോലെ വെതറിങ് നടക്കുന്ന സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യും, റിസർവോയർ എന്ന് പറയുന്നത് അവിടെ സെഡിമെൻറ്റേഷൻ നടക്കാൻ വേണ്ടി, അതായത് നമ്മളെ കാച്ച്മെൻറ്റ് ഏരിയയിൽ വെതറിങ്ങും ഇറോഷനും നടക്കുകയാണെങ്കിൽ റിസർവോയറിൻ്റെ അവിടെ സെഡിമെൻറ്റേഷൻ കൂടുതലായിട്ട് റിസർവോയറിൽ വരും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ സെഡിമെൻറ്റേഷൻ നടക്കും. ഓക്കെ, this would obviously decreases the effective storage capacity of the reservoir on one hand and its total life on the other hand. സെഡിമെൻറ്റേഷൻ, അതായത് സെഡിമെൻറ്റ് ഡെപ്പോസിറ്റ്സ് കൂടുതൽ നടന്നാൽ എന്ത് ചെയ്യും, എഫിഷ്യൻസി കുറയും. അതായത് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി, റിസർവോയറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അവിടെ കുറയും. അതുപോലെ തന്നെ അതിൻ്റെ ലൈഫും ഏതാണ്ട് കുറയും. സ്റ്റേബിൾ റോക്ക് സ്ലോപ്സ് കവേർഡ് വിത്ത് തിക്ക് ഫോറസ്റ്റ് ആൻഡ് വെജിറ്റേഷൻ വുഡ് മേക്ക് ഐഡിയൽ കാച്ച്മെൻറ്റ് ഏരിയ വിത്ത് ഫോർ റിസർവോയർ. ഓക്കെ, സ്റ്റേബിൾ റോക്ക് സ്ലോപ്പ് അതായത് തിക്ക് ഫോറസ്റ്റ് കവർ ചെയ്ത് സ്റ്റേബിൾ റോക്ക് സ്ലോപ്സ് അല്ലെങ്കിൽ വെജിറ്റേഷൻ അങ്ങനെയുള്ള സ്ഥലമായിരിക്കും നമുക്ക് കാച്ച്മെൻറ്റ് ഏരിയ, റിസർവോയറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ആക്കാൻ ഏറ്റവും കൂടുതൽ ഐഡിയൽ പ്ലേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ജിയോളജിക്കൽ കൺസിഡറേഷൻ ഫോർ ടണൽ കൺസ്ട്രക്ഷൻ. ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ജിയോളജിക്കൽ കൺസിഡറേഷൻസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടതെന്ന് നോക്കാം. Tunnel may be defined as underground routes driven through the ground without disturbing the overlying soil or rock cover. ഓക്കെ, ടണൽ എന്ന് പറഞ്ഞാൽ എന്താ, റോക്കിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറാണ് ടണൽ എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള സോയിലോ റോക്കിനോ ഡിസ്റ്റർബൻസ് ഒന്നും കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് റൂട്ടിനാണ് നമ്മൾ ടണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, tunnel design, method of its excavation and stability are greatly influenced by following geological conditions. ഏതൊക്കെയാണ്, ലിത്തോളജി, ജിയോളജിക്കൽ സ്ട്രക്ചർ, ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിത്തോളജി. The information regarding mineralogical composition, texture and structure of the rock through which the proposed tunnel is to pass is of greater importance in deciding method of tunneling, strength and extent of lining, cost of the project. Okay, അപ്പോൾ മിനറോളജിക്കൽ കോമ്പോസിഷൻ, പിന്നെ ടെക്സ്ചർ, റോക്കിൻ്റെ സ്ട്രക്ചർ, ഇതിനെല്ലാം പറ്റി നമ്മൾ കൂടുതൽ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ടണലിങ്ങിൻ്റെ എന്ത് മെത്തേഡ് ഓഫ്, അതായത് ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ, അതായത് ടണലിങ് ചെയ്യാനായിട്ട് വേരിയസ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേത് മെത്തേഡ് യൂസ് ചെയ്യണം എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആ സ്ഥലത്തിനെ പറ്റി നന്നായിട്ട് പഠിക്കണം. അതുപോലെ റോക്കിൻ്റെ ടൈപ്പിനെ പറ്റി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ടണൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ ടണൽ കൺസ്ട്രക്ഷൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. പിന്നെ എത്രമാത്രം ലൈനിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ ലൈനിങ് കൊടുക്കണം, സ്ട്രെങ്ത് എത്രമാത്രം അതിന് ആവശ്യമാണ്, അത് ഇതെല്ലാത്തിനും വേണ്ടി കോസ്റ്റ് ആണല്ലേ. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാവും എന്നൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ആ റോക്കിനെ പറ്റിയും ആ സ്ഥലത്തെ പറ്റിയൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഹാർഡ് ആൻഡ് ക്രിസ്റ്റലൈൻ റോക്സ് ആർ ദി ഫേവറേറ്റ് വിത്ത് ദി ടണൽ എൻജിനീയേഴ്സ്. ടണലിങ്ങിന്
റോക്സ് എന്ന് പറയുന്നത് ഹാർഡ് റോക്കിനും ക്രിസ്റ്റലൈൻ റോക്സിലും ആയിരിക്കും ടണലിംഗ് ചെയ്യാൻ ഏറ്റവും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉള്ളത്. When rock gets stressed, such as during faulting or fractured as during faulting, tunneling in these rock proves greatly hazardous. ഓക്കെ, ഇപ്പോൾ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉള്ള സ്ഥലത്താണ് റോക്സ് എന്താവും, സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ റോക്സ് സ്ട്രെസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഫോൾഡിങ് അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് സ്ഥലത്തൊക്കെ നമ്മൾ ടണൽ ചെയ്യുമ്പോൾ അത് മോർ ഹസാർഡസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, കൂടുതൽ അവിടെ കൊളാപ്സ് നടക്കാൻ അല്ലെങ്കിൽ ടണൽ ചെയ്യുന്നത് ഭയങ്കര അൺസേഫ് ആയിരിക്കും. ഓക്കെ, റോക്ക് ബസ്റ്റ് വിച്ച് ഒക്കർ ഡ്യൂ ടു ഫോളിംഗ് ഓഫ് ബിഗ് റോക്ക് ബ്ലോക്ക് ഫ്രം റൂഫ് ഓർ സൈഡ് ഡ്യൂ ടു റിലീസ് ഓഫ് സ്ട്രെസ്സസ് ഓർ ഫോളിംഗ് ഓഫ് റോക്ക് ബ്ലോക്ക് അലോങ് ഫ്രാക്ചേഴ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദീസ് റോക്സ് ഓഫൻ കോസ് മെനി ആക്സിഡൻറ്റ്സ്. അപ്പോൾ എന്താണ്, ഈ റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഫോൾട്ട് അതുപോലെ വീക്കർ സോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടെ കൺസ്ട്രക്ഷനും കൂടെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, റൂഫിൽ നിന്നും അതുപോലെ സൈഡിൽ നിന്നൊക്കെ എന്താണ് ഈ റോക്കിൻ്റെ ബ്ലോക്ക് താഴോട്ട് വീഴും, അല്ലെങ്കിൽ അത് ഫോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. Soft rock, sandstone or chalk. In most cases, soft rocks are not self-supporting. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സോഫ്റ്റ് റോക്ക് ആണെങ്കിൽ നമുക്കിതുപോലെ കൺസ്ട്രക്ഷൻ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് സെൽഫ് സപ്പോർട്ടിങ് അല്ല അത്, അപ്പോൾ അത് അൺസേഫ് ആയിരിക്കും. ഹെൻസ് ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ലൈനിങ് ബിക്കംസ് നെസസറി ദാറ്റ് വുഡ് ഇൻവോൾവ് എക്സ്ട്രാ കോസ്റ്റ് ആൻഡ് അഡീഷണൽ ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് ലൈനിങ്സ് കൊടുക്കേണ്ടി വരും. ലൈനിങ്സ് കൊടുക്കുകയാണെങ്കിൽ അത് അഡീഷണൽ കോസ്റ്റും അതുപോലെ തന്നെ അഡീഷണൽ ടൈമും ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. Rocks like clays, shales, argillaceous and ferruginous sandstone, gypsum bands and cavernous limestone have to be viewed specially with great caution during tunneling. So ഇതുപോലുള്ള റോക്സ് ആണെങ്കിൽ ടണലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്പെഷ്യൽ കെയർ കൊടുത്ത് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, fissured rocks, that is fractured rocks, include any type of hard and soft rock that has been deformed extensively due to secondary fracturing as a result of faulting and metamorphic changes of shearing type. ഓക്കെ, ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടൈപ്പ് ഓഫ് ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് റോക്ക് ദാറ്റ് ഹാസ് ബീൻ ഡീഫോംഡ് എക്സ്റ്റെൻസീവ്ലി ഡ്യൂ ടു എന്താ സെക്കൻഡറി ഫ്രാക്ചേഴ്സ് വിച്ച് റിസൾട്ട് ഫ്രം ഫോൾട്ടിങ് ആൻഡ് മെറ്റാമോർഫിക് ചേഞ്ചസ്. അതിൽ നിന്ന് അത് കാരണം ഉണ്ടായ സെക്കൻഡറി ഫ്രാക്ചേഴ്സ്. ഓക്കെ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോക്ക് ടൈപ്പാണ് ഫിഷേർഡ് റോക്സ് എന്ന് പറയുന്നത്. ടണലിംഗ് ഇൻ സച്ച് റോക്ക് ഈസ് ഓൾവേസ് ഹസാർഡിയസ് ആൻഡ് വെരി ചാലഞ്ചിങ് ജോബ്. ഓക്കെ, അപ്പോൾ ഫിഷേർഡ് റോക്സിലും ടണൽ ചെയ്യുന്നത് വെരി ഹസാർഡിയസ് ആണ്, നമ്മളത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക്. These two quantitative property of rock determines the attitude of the rock and hence influence the design of excavation to a great extent. ടണലിംഗ് ചെയ്യുമ്പോൾ എന്താണ്, ഡിപ്പിനെ പറ്റിയും സ്ട്രൈക്കിനെ പറ്റിയും നന്നായിട്ട് സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മൾ എക്സ്കവേഷൻ നടത്താൻ അല്ലെങ്കിൽ ടണലിംഗ് ചെയ്യാനായിട്ട്. 3 general cases may be considered. The rock layers may be horizontal, moderately inclined or steeply inclined. Okay, first one, horizontal strata. Horizontally layered rocks might be considered quite favorable. In massive rocks, that is when individual layers are very thick and the tunnel diameter not very large, the situation is especially favorable because the layers would act as natural beams. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ലെയേർഡ് റോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലെന്താ നാച്ചുറൽ ബീമായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ട് ചെയ്യും, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ടണലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ചെറുതായിരിക്കണം, വലിയ ടണൽസ് ഒന്നും ആയിരിക്കരുത്, അത്യാവശ്യം ചെറിയ ടണൽസൊക്കെ ആണെങ്കിൽ നമുക്കിത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ,
The next one എന്ന് പറയുന്നത് but when the layers are thin or fractured they cannot be dependent upon these beams. ഓക്കെ, അപ്പോൾ ഈ റോക്കിൻ്റെ ലെയർ തിൻ അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് ആണെങ്കിൽ നമുക്ക് കൂടുതലാണ് ബീംസിൻ്റെ കേസിൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇൻ സച്ച് കേസസ് either the roof has to be modified to an arch type or has to be protected by giving a lining side of the tunnel. ഓക്കെ, അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ റൂഫ് മോഡിഫൈ ചെയ്ത് എന്താണ് ആർച്ച് ടൈപ്പിലുള്ള റൂഫായി ആക്കണം, അല്ലെങ്കിൽ എന്താണ് ലൈനിങ്സ് സൈഡ്സിൽ ലൈനിങ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ലെയറിലുള്ള ടണലിങ്ങിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എ എന്ന് പറയുന്നത് സേഫ് സിറ്റുവേഷനും ബി സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്നത് എന്താ ടോപ്പിൽ അൺസേഫ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് അവിടെ ലെയേർഡ് ഉള്ളതുകൊണ്ട്, ലെയേർഡ് സ്ട്രക്ചർ ആയതുകൊണ്ട്. Then moderately inclined strata. Layers that are dipping at angle up to 45 degree may be said as moderately inclined strata. ഓക്കെ, എന്താണ് ഡിപ്പിംഗ് അറ്റ് ആംഗിൾസ് അപ് ടു 45 ഡിഗ്രി ഡിപ്പാണെങ്കിൽ നമ്മൾ അതിനെ മോഡറേറ്റ്ലി ഇൻക്ലൈൻഡ് സ്ട്രാറ്റ എന്നാണ് പറയുന്നത്. When the tunnel axis is parallel to the dip direction, the layers offers a uniformly disturbed load on the excavation. സോ എന്താണ് ഇത് ഒരു സേഫ് കണ്ടീഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ എന്താണ് ടണലിംഗ് പാരലൽ ടു ഡിപ്പ് ഓഫ് എ ലെയർ ആണ് ആദ്യത്തത്. സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്നത് ടണലിംഗ് പാരലൽ ടു സ്ട്രൈക്ക് ഓഫ് എ ലെയർ. സ്ട്രൈക്കിനും ഡിപ്പിനും പാരലായിട്ട് നമ്മൾ ടണലിംഗ് ചെയ്തിരിക്കുന്നതാണ് ഫിഗേഴ്സിൽ കാണിക്കുന്നത്. When a tunnel is driven parallel to strike of the bed, the pressure distributed to the exposed layer is unsymmetrical along the periphery of the tunnel opening. It creates unsafe condition. ഓക്കെ, അപ്പം ബെഡിൻ്റെ സ്ട്രൈക്കിന് പാരലായിട്ടാണ് നമ്മൾ ടണൽ ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ, ആ എക്സ്പോസ്ഡ് ലെയറിലുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ആയിരിക്കും. അപ്പോൾ എന്താണത് അൺസേഫ് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. 1/2 would have bedding plane opening into the tunnel and hence offer potential plane and conditions for എന്താണ് slidings into the openings. Okay, then next എന്ന് പറയുന്നത് when the tunnel axis is inclined to both the dip direction and the strike direction, weak points of both the above situation would be encountered and have to be taken care of. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻക്ലൈൻ ബോത്ത് ടു ഡിപ്പിനും അതുപോലെ സ്ട്രൈക്ക് ഡയറക്ഷനും രണ്ട് ഇതിനും ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ വീക്ക് പോയിൻറ്റ്സ്, നേരത്തെ പറഞ്ഞ രണ്ട് വീക്ക് പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ അതിന് എന്താണ് കെയറും നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റീപ്ലി ഇൻക്ലൈൻഡ് സ്ട്രാറ്റ. Rock layers that dipping at angle above 45 degree is called steeply inclined. 45 degree കൂടുതൽ ഡിപ്പ് ചെയ്യണമെങ്കിൽ അത് സ്റ്റീപ്ലി ഇൻക്ലൈൻഡ് സ്ട്രാറ്റ എന്ന് പറയും. അത് വേഴ്സ് സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, when the tunnel axis is parallel to dip direction, the formations stand along the side and on the roof of the tunnel as massive girders. അതെന്ന് പറയുന്നത് എന്താണ് സേഫ് ആയിരിക്കും. ഓക്കെ, when tunnels running parallel to strike of vertical beds, it is more than likely that a number of bedding plane are intersected at the roof and along arch, so that natural beam action or arch action get considerably weakened. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് അൺസേഫ് കണ്ടീഷൻ ആയിരിക്കും അത് അവിടെ തരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ടണലിംഗ് ഇൻ സ്റ്റീപ്പി ഇൻക്ലൈൻഡ് ലെയർ പാരലൽ ടു സ്ട്രൈക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ജനറൽ വ്യൂ ആണ്. സെക്കൻഡ് അൺസേഫ് കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ ഫോൾഡിങ്.
Folding of rock introduces considerable variation and uncertainty in a sequence of rocks so that entirely unexpected rock might be encountered along any given direction. Okay, അപ്പോൾ this situation become especially serious when folding is not recognized properly. Folding നമ്മൾ കൂടുതൽ കൺസിഡറേഷൻ ഫോൾഡിങ്ങിന് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ എന്താണ് ഫോൾഡിങ് ഓഫ് റോക്സ് ഇൻട്രൊഡ്യൂസ് പെക്യുലിയർ റോക്ക് പ്രഷർ. ഓക്കെ, റോക്കിൻ്റെ ഫോൾഡിങ് കാരണം എന്ത് പറ്റും, റോക്ക് പ്രഷർ കൂടുതലായിട്ടുണ്ടാകും. ഇൻ ആൻറ്റിക്ലൈനൽ ഫോൾഡ് ലോഡ് ഓഫ് റോക്ക് അറ്റ് ദി ക്രസ്റ്റ് ആർ ട്രാൻസ്ഫർഡ് ബൈ ആർച്ച് ആക്ഷൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഓൺ ടു ദി limb which may be highly strained. Axial region have low pressure. ഓക്കെ, ആൻറ്റിക്ലൈനൽ ഫോൾഡിൽ എന്തായിരിക്കും, റോക്കിൻ്റെ ലോഡ് എന്ന് പറയുന്നത് ക്രസ്റ്റിലുള്ള ലോഡ് എന്ന് പറയുന്നത് എന്താ ആർച്ച് ആക്ഷൻ വഴി ട്രാൻസ്ഫർ ആവും. ഓക്കെ, ട്രാൻസ്ഫർ ആയിട്ട് എന്ത് ചെയ്യും, ലിംസ് ഓൺ ടു ദി ലിംസിലോട് ട്രാൻസ്ഫർ ആവും വിച്ച് മേ ബി ഹൈലി സ്ട്രെയിൻഡ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആക്സിയൽ റീജിയനിൽ ലോ പ്രഷർ ഉണ്ടാവും. These conditions are reversed when the folds are of synclinal type. ഓക്കെ, സിങ്ക്ലൈനൽ ടൈപ്പ് ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, റിവേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ആ കേസിലെന്ന് പറയുമ്പോൾ റോക്സ് ഓഫ് കോർ റീജിയൻ ആർ ഗ്രേറ്റ്ലി സ്ട്രെയിൻഡ്. ഓക്കെ, അഗെയിൻ ദി ആക്സിയൽ റീജിയൻ ഓഫ് ഫോൾഡ് ആൻറ്റിക്ലൈനൽ ഓർ സിൻക്ലൈനൽ ഹാവിംഗ് സഫേർഡ് ദി മാക്സിമം ബെൻഡിങ് ആർ മോർ ഓഫൺ ഹെവിലി ഫ്രാക്ചേർഡ്. അപ്പോൾ അവിടെ ഫ്രാക്ചേഴ്സ് കൂടുതൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. The alignment of a tunnel passing through a folded region has to take this aspect in full consideration. ഫോൾഡഡ് റീജിയനിൽ കൂടെ പോകുന്ന ടണൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഫോൾഡഡ് റീജിയനിൽ കൂടെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ടണൽ എന്താണ് ഒരു അൺസേഫ് കണ്ടീഷനിലായിരിക്കും ടണൽ ഇരിക്കുന്നത്. ആ ടണലിൽ എന്ത് വേണോ സംഭവിക്കാം. ഓക്കെ, so when excavations are made in folded rock, the strain energy is likely to be released immediately, soon after or quite late to tunneling operation, very often causing the rock bust. Okay, അപ്പോൾ ഈ ഫോൾഡഡ് റോക്കിൽ എന്താണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോൾഡഡ് റോക്കിലുള്ള സ്ട്രെയിൻ എനർജി ടണലിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ റോക്ക് ബസ്റ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല, റിലീസ് ചെയ്യുമ്പോൾ അവിടെ റോക്ക് ബസ്റ്റ് നടക്കും. വെരി സ്ലോ റിലീസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് സ്ട്രെയിൻ എനർജി മൈറ്റ് കോസ് ബൾജിങ് ഓഫ് വാൾസ് ആൻഡ് കേവിങ് ഇൻ ഓഫ് റൂഫ് ഓർ പോപ്പിംഗ് അപ്പ് ഓഫ് ഫ്ലോർ ഓഫ് ടണൽ. പീസ് എന്താ ഈ എനർജി പതുക്കെയാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബഡ്ജിങ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, റൂഫിന് കേവിങ് സംഭവിക്കാം, അതുപോലെ ഫ്ലോറിന് പോപ്പിംഗ് അപ്പും സംഭവിക്കാം. ഫോൾഡഡ് റോക്സ് ആർ ഓഫൺ ബെസ്റ്റ് സ്റ്റോർ ഹൗസസ് ഫോർ വാട്ടറിൻ്റെ സ്റ്റോർ ഹൗസ് ആയിട്ട് ഫോൾഡഡ് റോക്സ് ആക്ട് ചെയ്യും. അപ്പം എഫക്റ്റീവ് ഡ്രെയിനേജ് മെഷേഴ്സ് ആർ ഓഫൺ റിക്വയർ വെൻ എക്സ്കവേഷൻസ് ആർ ടു പാസ് ത്രൂ ഫോൾഡഡ് സോൺ. ഫോൾഡഡ് സോണിൽ കൂടെയാണ് നമ്മൾ എക്സ്കവേഷൻ പോകുന്നതെങ്കിൽ എഫക്റ്റീവ് ഡ്രെയിനേജ് മെഷേഴ്സ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. ഫോൾഡഡ് റോക്കിൽ കൂടെയുള്ള ടണലിങ്ങിൻ്റെ ഫിഗറാണ് ഇത് രണ്ടും കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻറ്റിക്ലൈനിലാണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിൻക്ലൈനൽ റീജിയൻസിലുള്ളതാണ്, ടൈപ്പിലുള്ളതാണ്. ദെൻ ഫോൾട്ടിങ്ങിൽ വരുമ്പോൾ fault as defined earlier are surface along which rock movement has occurred in the past. These are also potential surface for further movement of the rock. Okay, faulting എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ റോക്ക് മൂവ്മെൻറ്റ്സിന് ചാൻസ് ഉണ്ട്. അതുപോലെ ഫോൾട്ട് സോൺ ആൻഡ് ഷിയർ സോൺസ് ആർ ഹൈലി പെർമിയബിൾ സോൺസ്. ഗ്രൗണ്ട് വാട്ടർ പാസേജ് അവിടെ പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഗ്രൗണ്ട് വാട്ടർ പാസേജ് അവിടെ നടക്കും. Whenever tunneling is intersected by fault plane or shear zone, it is to be considered as passing through most unsafe situation and hence designed accordingly by providing maximum support and drainage facility. ഇപ്പോൾ ടണലിങ് എന്താണ്, ഷിയർ സോൺ അല്ലെങ്കിൽ ഫോൾട്ട് പ്ലെയിനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ടണലിങ് നടത്തുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മളത്
മോസ്റ്റ് അൺസേഫ് സിറ്റുവേഷൻ ആണെന്ന് നമ്മളത് കരുതിക്കോണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഡ്രെയിനേജ് ഫെസിലിറ്റിക്കും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എന്താണ് സേഫ് ആക്കാനുള്ള, അല്ലെങ്കിൽ ഇതെല്ലാം കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഫോൾട്ടഡ് റീജിയനിലുള്ള ടണലിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. A fault inclined into tunnel form highly unsafe condition. ഓക്കെ, ടണലിന് ഇൻക്ലൈൻ ആയിട്ടാണ് ഇവിടെ ഫോൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് അൺസേഫ് കണ്ടീഷനാണ് നമുക്ക് കൂടുതലായിട്ട് തരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോയിൻറ്റ് സിസ്റ്റം. ജോയിൻറ്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ജോയിൻറ്റ്സ് ആർ പ്ലെയിൻസ് ഓഫ് വീക്ക്നെസ് ആൻഡ് മസ്റ്റ് ഓൾവേസ് ബി സസെപ്റ്റബിൾ വെൻ ദി റോക്ക് ആർ ഫോൾഡഡ് ആൻഡ് faulted. Okay, so even originally closed joints may become reactive and open up in the immediate vicinity of the tunnel excavation. Okay, then jointed rock cannot be considered as എന്താ സെൽഫ് സപ്പോർട്ടിംഗ് ആണ്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. In many cases, problems created by jointing in such rocks can be rectified by grouting. Grouting കാരണം നമുക്ക് ഗ്രൗട്ടിങ് ചെയ്താൽ നമുക്ക് പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ലൈനിങ് ഓഫ് ദി ടണൽ ഇൻ ദ ഫ്രാക്ചേർഡ് സോൺ മൈറ്റ് ഹാവ് ടു ബി അപ്ലൈഡ് ടു അവോയ്ഡ് ജോയിൻറ്റിങ് എന്താണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടണൽസിൽ ലൈനിങ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻ. ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻ ടണലിനെ എഫക്റ്റ് ചെയ്യുന്നത് രണ്ട് ടൈപ്പിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ്ലി ത്രൂ ഇറ്റ്സ് physiochemical action. It erodes and corrodes the susceptible constitutions from the rock and thereby alter their original property. Physiochemical action ഉണ്ടായി കഴിഞ്ഞിട്ട് റോക്കിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇറ്റ് എഫക്ട് ദി റോക്ക് സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ബൈ ഇറ്റ്സ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വാട്ടർ ഹെഡ്. എന്തൊക്കെയാണ്? such an action may become highly pronounced when an artesian aquifer is actually intercepted by tunnel excavation. Tunnel excavation artesian aquiferനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. A sudden release of pressure in the direction of excavation could create worse disaster from the tunneling. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടണലിങ് ചെയ്യുന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ അവിടെ സഡൻ എനർജി റിലീസ് ഉണ്ടായാൽ എന്ത് ചെയ്യും, എന്താണ് വേസ്റ്റ് ഡിസാസ്റ്റർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, there are three general possibilities of a relationship between tunnel axis and groundwater level. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, the tunnel axis may be passing entirely through impervious formation in which there is no possibility of water seepage or leakage or movement. ഓക്കെ, അങ്ങനെ എന്താ വാട്ടർ സീപ്പേജോ ലീക്കേജോ അല്ലെങ്കിൽ മൂവ്മെൻറ്റോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തൂടെ എന്താ ടണൽ ആക്സിസ് പാസ് ചെയ്യണം. ഇറ്റ് ഈസ് എൻ ഐഡിയൽ കണ്ടീഷൻ ഫോർ ടണലിങ്, ബട്ട് ഇറ്റ് ഈസ് വെരി റെയർ ഇൻ നേച്ചർ. പക്ഷേ ഈ കണ്ടീഷൻ സാധാരണയായിട്ട് വരാറില്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ദ ടണൽ ആക്സിസ് മൈറ്റ് ബി ലൊക്കേറ്റഡ് മോസ്റ്റ്ലി എബോവ് ദി വാട്ടർ ടേബിൾ. വാട്ടർ ടേബിളിൻ്റെ മുകളിൽ ടണൽ ആക്സിസ് വരുന്ന കേസ്. ഇൻ്റർസെപ്റ്റിംഗ് ദ അക്യുഫെയർ ഓൺലി ഇൻ സം സെക്ഷൻ. ചില സെക്ഷനിൽ മാത്രം അക്യുഫെയറുമായിട്ട് ഒരു ഇൻ്റർസെപ്ഷൻ അവിടെ ഉണ്ടാകാറുള്ളൂ. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ സിറ്റുവേഷൻ ആൻഡ് വുഡ് ഇൻവോൾവ് പ്രൊവിഷൻസ് ടു സ്പെഷ്യൽ ഡ്രെയിനേജ് ഫെസിലിറ്റി. ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ ഡ്രെയിനേജ് ഫെസിലിറ്റി കൂടുതൽ പ്രൊവിഷൻസ് നമുക്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനാണിത്. തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ടണൽ ആക്സിസ് മൈറ്റ് ബി ലൊക്കേറ്റഡ് ബിലോ ദി വാട്ടർ ടേബിൾ. വാട്ടർ ടേബിളിൻ്റെ താഴെ ടണൽ ആക്സിസ് വരുന്നതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. Such a situation should be avoided as far as possible. ഓക്കെ, ഈ വാട്ടർ ടേബിളിൻ്റെ താഴെ ടണൽ ആക്സിസ് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എന്താണ്? ബിക്കോസ് എന്താ, വാട്ടർ പ്രൂഫ് ലൈനിങ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ദി ഫുൾ ലെങ്ത് ഓഫ് ദി ടണൽ ടു അവോയ്ഡ് വാട്ടർ. ടണലിൻ്റെ ആക്സിസ് വാട്ടർ ടേബിളിന് താഴെയാകുമ്പോൾ എന്ത് ചെയ്യും, വാട്ടർ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ മൊത്തം അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ടണൽ ഫുള്ളായിട്ട് ലൈനിങ് കൊടുക്കേണ്ടി വരും. അത് ഒരിക്കലും പോസിബിൾ അല്ല. പോസിബിൾ ആണെങ്കിൽ തന്നെ നമ്മൾ സമയവും അതുപോലെ എന്താ കോസ്റ്റും ഒരുപാട് അതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ആ കണ്ടീഷൻ മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ.